ഈയിടെയായി സ്ത്രീകൾക്ക് സന്ധിവേദന, ജോയിന്റ് പെയിൻ ഒരു വലിയ പ്രശ്നമാണ്. അവരുടെ സന്ധികളുടെ ആരോഗ്യം വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. സമയബന്ധിതമായി നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് ഇതിനൊരു കാരണം. ഇതിൽ ഭക്ഷണത്തിന്റെ പങ്ക് എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം? 30 വയസ്സിനു മുകളിൽ നിങ്ങൾ തീർച്ചയായും ആവശ്യത്തിന് കാൽസ്യവും വൈറ്റമിൻ ഡിയും കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്തതായി നമ്മൾ പാചകത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന മഞ്ഞൾ സന്ധികൾക്ക് വളരെ നല്ലതാണ്. ഞാൻ പൊതുവെ പറയാറുണ്ട്, ഗർഭകാലത്തും പ്രസവശേഷവും മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കൂ. ഇത് സന്ധികൾക്ക് വളരെ നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി തന്നെ കാണപ്പെടുന്ന ഗ്ലൂക്കോസാമിൻ, കോൺഡ്രോയിറ്റിൻ പോലുള്ള തരുണാസ്ഥി, കാർട്ടിലേജ് വസ്തുക്കൾ. ഈ 2 വസ്തുക്കളും നമ്മുടെ തരുണാസ്ഥികളിൽ സ്വാഭാവികമായി തന്നെയുണ്ട്. ഇതിന്റെ സപ്ലിമെന്റുകൾ വെസ്റ്റിജലിൽ ധാരാളമായി ലഭ്യമാണ്. നിങ്ങൾ ഈ സപ്ലിമെന്റുകൾ കഴിക്കുകയാണെങ്കിൽ വേദനയും നീർക്കെട്ടും കുറയും. സന്ധികളുടെ ലൂബ്രിക്കേഷൻ, അതായത് മൃദുത്വം വർദ്ധിച്ച് ഒരു കുഷ്യൻ പോലെ സുഖം കിട്ടും. ഇത് സാധാരണയായി ഞങ്ങൾ 40 വയസ്സിന് മുകളിലുള്ളവർക്ക് നിർദ്ദേശിക്കാറുണ്ട്. പിന്നീട് കൊളാജൻ ഉണ്ട്. ഇതും തരുണാസ്ഥിയിൽ കാണപ്പെടുന്ന ഒരു തരം പ്രോട്ടീനാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാവും. എന്നാൽ സപ്ലിമെന്റ് രൂപത്തിൽ ഇത് കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും കഴിക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.